കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം രാവിലെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചക്ക ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് ഒന്ന് ചക്ക എളിശ്ശേരി, ചക്ക വേവിച്ചതെന്നൊക്കെ പറയുന്ന ഒരു കറിയില്ലേ, ആ കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ചക്കയുടെ 4 പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ചുളയൊക്കെ ഒന്ന് പറിച്ചെടുക്കുക. പറിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കയ്യിലും പിച്ചാത്തിയിലും ഒക്കെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കയിലൊക്കെ നന്നായിട്ട് ചക്ക അരക്ക് അല്ലെങ്കിൽ കറയെന്നൊക്കെ പറയും, അത് കാണും. അപ്പോൾ നമ്മുടെ ഓയിൽ നമ്മുടെ കയ്യിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതൊന്നും നമ്മുടെ കയ്യിൽ പറ്റത്തില്ല. നല്ല വൃത്തിയായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. എപ്പോഴും ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ 2-3 ഷീറ്റ് പേപ്പറൊക്കെ വിരിച്ചിട്ട് ക്ലീൻ ചെയ്താൽ നമ്മുടെ സ്ലാബ് ഒന്നും വൃത്തിയേടാവത്തില്ല കേട്ടോ. ആ പേപ്പർ നമുക്കങ്ങ് ചുരുട്ടിക്കളഞ്ഞാൽ മതി. കണ്ടോ, എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയും ചക്കക്കുരുവും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ അരിഞ്ഞ് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഇത് കഴുകിയെടുക്കത്തുള്ളൂ കേട്ടോ. നമുക്ക് എങ്ങനെയാണോ അരിഞ്ഞെടുക്കേണ്ടത് അതേപോലെ അരിഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ റൗണ്ടിൽ അങ്ങ് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് കുറച്ച് നാളത്തേക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുവാണ് ഒരു ടിന്നിനകത്താക്കി. ബാക്കി നമുക്ക് വേവിക്കാനെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഞ്ഞിയും ചക്കയും കഴിക്കാം, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, രാത്രിയിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും മീൻകറിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്, വല്ലപ്പോഴൊക്കെ അല്ലേ ചക്കയൊക്കെ കിട്ടാറുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മിയെടുക്കണം. ഈ തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തു. അതിനുശേഷം 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് മോരുകറിയും ചക്കയ്ക്കും കൂടെ ഒരുമിച്ച് അരയ്ക്കാമെന്ന് വിചാരിച്ചാണ് എടുത്തിരിക്കുന്നത്. മോരുകറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. മഞ്ഞൾപ്പൊടിയും ലേശം ഉലുവയും ഒരു പച്ചമുളകും തൈരും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ മോര് കാച്ചുന്ന പോലെ കടുക് വറുത്ത് മോരൊഴിച്ച് ഒരു 2 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. മോരൊന്നും ചൂടാവാനേ പാടുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അന്നേരം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് നമ്മുടെ മോരങ്ങ് ചൂടായി കിട്ടും കേട്ടോ. അതൊക്കെയാണ് ടേസ്റ്റ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മീൻ പൊരിച്ചതോടെ ഉണ്ടാക്കുന്നുണ്ട്. പച്ചക്കുരുമുളകിട്ട് അയില പൊരിച്ചതുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ഷോർട്സ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടേ. അടിപൊളി ടേസ്റ്റാണ്. പച്ചക്കുരുമുളകിട്ട് മീൻ പൊരിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ മീനിലേക്ക് ഒന്ന് തൂത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഒരു റെസിപ്പി. ചക്കക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കൂട്ടാനും പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ഇത്തിരി വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ച് നമ്മളൊന്ന് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഉടഞ്ഞു കിട്ടണമെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. ചെറിയ പീസൊക്കെ കിടക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അധികം ഉടയ്ക്കണ്ട. ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടില്ല. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ പരട്ടി കഴിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനെ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് കടുക് കൂടെ താളിച്ചിട്ടുണ്ട്. ഏതൊരു കറിക്കും കടുക് താളിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡിയായി കിട്ടി, നമ്മുടെ മോരുകറി റെഡിയായി കിട്ടി. ഇനി മീൻ പൊരിച്ചതും കൂടെ ഉള്ളൂ. സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക്